അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് കുട്ടി. മൊഹീദ്ദീൻ സൈക്കെ കാക്കണേ, റിഫായ് സൈക്കെ രക്ഷിക്കണേ എന്നിങ്ങനെ അവരോട് ഇസ്തിഗാസ ചെയ്യരുത് എന്നതിന് ഖുർആനിൽ വല്ല തെളിവുണ്ടോ? ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളായിരുന്നു. മൊയ്യദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചവരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നതിന് തെറ്റാണെന്ന് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ എന്നാണ് ചോദ്യം. എല്ലാവർക്കും പരിചയമുള്ളൂ ഞാൻ പറഞ്ഞുതരാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നതും ഇസ്തിഗാസ നടത്തുന്നതും നിന്നോടാണ്. അപ്പം അല്ലാഹ് അല്ലാത്ത ആരോടും ഇസ്തിഗാസ നടത്താൻ പാടില്ല. ഇതിന് കോഴിക്കോട്ടെ വലിയ കാളി വിശദീകരണം കൊടുക്കുന്നത് കേട്ടോളൂ. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. അപ്പൊ ഇയ്യാക നസ്തഈൻ എന്ന ഇയ്യാക നദ്ഉന, അപ്പൊ ഇസ്തിഗാസയും പ്രാർത്ഥനയും ഇബാദത്തും ഒക്കെ അല്ലാഹ്ക്കേ പാടുള്ളൂ എന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതുകൊണ്ട് തെളിഞ്ഞു. പിന്നെ ഹദീസ് റസൂൽ പറയുന്നു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. അപ്പൊ ഖുർആനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ കുറച്ച് നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, ജാറങ്ങളിലും ദർഗകളിലും സിയാറത്ത് ചെയ്യുന്നത് കല്ലിനോടും ബിംബങ്ങളോടും ബിംബം സമമാണ് എന്ന്. അതിവിടെ ഭൂരിഭാഗം മുസ്ലിമീങ്ങളും അത് ചെയ്യുന്ന ഈ ഭൂരിഭാഗം മുസ്ലിമീങ്ങളും കല്ലിനോ ബിംബത്തിനാണോ ആരാധിക്കുന്നത് എന്നൊന്ന് വിശദീകരിച്ചാൽ ഉള്ളായിരുന്നു. ഖബറിൽ പോയി സിയാറത്ത് നടത്തുന്നത് കല്ലുകൾ ആരാധിക്കുന്നതോട് തുല്യമാണ് എന്ന് ഇവിടെ പറഞ്ഞു. അതൊന്ന് വിശദീകരിക്കണം എന്നാ. അത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ റാസിയുടെ ഉദ്ധരണി എടുത്തുദ്ധരിച്ചതാ. അദ്ദേഹം പറഞ്ഞു, അമ്പിയാക്കളെയും ഔലിയാക്കളെയും പേരിലാണ് ബിംബങ്ങൾ ഉണ്ടാക്കി അവർ സ്ഥാപിച്ചത്. എന്നിട്ട് ഈ ബിംബങ്ങൾക്ക് ഇബാദത്തെടുത്താൽ ഈ ബിംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന മഹാന്മാർ സഹായിക്കും എന്നവർ വിശ്വസിക്കുകയും ചെയ്തു. അത് പറഞ്ഞിട്ട് റാസി പറയാണ്, വനളീറുഹു, അതിന് സമം തന്നെയാണ്, അതിന് തുല്യം തന്നെയാണ്. ഫി ഹാദ സമാനി, ഈ കാലഘട്ടത്തിൽ എന്താ ഇസ്തിഗാലു കതീരിൻ മിനൽ ഖൽഖി, അള്ളാഹുവിന്റെ പടപ്പുകളിൽ അധികം ആളുകളും ഏർപ്പെട്ടിട്ടുള്ളത് ബി തഅലീമി ഖുബൂരിൽ അകാബിരി, ഖബറുകളെ വന്ദിക്കുന്നതിൽ. അപ്പൊ ഖബറുകളെ വന്ദിക്കാൻ ഞങ്ങൾ ആരാധിക്കണമെന്നില്ലല്ലോ, ആദരിക്കുന്നല്ലേ. ആദരവും ആരാധനയും തമ്മിൽ നിങ്ങൾക്ക് എന്താ ഒരു വ്യത്യാസം എന്ന് ചോദിക്കേണ്ട. ആദരവ് അതിര് കവിഞ്ഞാലാണ് ആരാധനയാകുക. മനസ്സിലായില്ലേ? അപ്പൊ ഈ ആദരവ് തന്നെ ബിംബ ആരാധനക്ക് തുല്യമാണ്. അൽ ഇഅ്തിഖാദി, എന്താ അവരുടെ വിശ്വാസം? ഖബറും പുറത്തെ കല്ലും മണ്ണും സഹായിക്കുന്നല്ല. അന്നഹും ഇദാ അള്ളമൂ ഖുബൂറഹും, അവർ ഇവരെ ഖബറുകളെ ബഹുമാനിച്ചാൽ ഫഇന്നഹ ഉലൈകൽ അകാബിറ യകൂനുന ശുഫാഅഹും ഇൻദല്ലാഹി തആല, ആ ഖബറിലുള്ള മഹാന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശക്കാരായി തീരും എന്നാണ്. ഇത് പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ പറയലുണ്ട്, അതൊക്കെ ബാത്തിലാണ്. അതിന്റെ ശേഷം പറഞ്ഞീണ് അതൊക്കെ ബാത്തിലാണ്. എന്താ സംഗതി എന്നറിയങ്ങൾ? ബിംബാരാധകരുടെ ന്യായങ്ങൾ ഓരോന്നും എടുത്തു പറയാണ്. ഞങ്ങൾ ബിംബത്തെ ആരാധിക്കണം, ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ന്യായങ്ങൾ പറയാം. എന്നിട്ട് റാസി പറയാണ്, വഅലം, നീ മനസ്സിലാക്കണം, അന്ന കുല്ല ഹാദിഹിൽ വുജൂഹ ബാത്തിലത്തുൻ ബിദ്ദലീലില്ലദീ ദക്കറഹുല്ലാഹു തആല വഹുവ ഖൗലുഹു വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർ ഉപകാരം ചെയ്യാത്ത ഒരു ഉപദ്രവവും ചെയ്യാത്തവനെ ആരാധിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞതിനാൽ ഇവരുടെ ഈ ന്യായങ്ങളെല്ലാം ബാത്തിലാണ്. എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമല്ല, ഇവർക്കൊരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. അതുകൊണ്ട് അതാണ് ബാത്തിലാണെന്ന് പറഞ്ഞത്. അല്ലാതെ ഇവരെ വാചകം ബാത്തിലാണെന്നല്ല, ഇവരെ ന്യായം ബാത്തിലാണ്. കാരണം ആ ന്യായം നിലനിൽക്കുന്നതല്ല ഖുർആന്റെ തെളിവുകൾക്ക് മുമ്പിൽ എന്നാണ്. കാരണം ചില സ്ഥലത്തൊക്കെ അത് വായിച്ചിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഖബറുകളെ വന്ദിക്കുന്നത് ശാഫി മദ്ഹബ് അനുസരിച്ച് വിരോധിക്കപ്പെട്ട കാര്യമാണ്. വഖദ് സഹൻ നഹ്യു അൻ തഅലീമിൽ ഖുബൂർന്ന് ശറഅ് മുഹദ്ദബ് തന്നെ കാണാൻ സാധിക്കും. ഇതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എഴുതി കിട്ടിയത് കേൾക്കുക. അള്ളാഹുവിലേക്ക് വസീല വേണമെന്ന് ഖുർആനിലുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് സാലിഹുകളെയും അമ്പിയാക്കളെയും തവസ്സുൽ ചെയ്യുന്നത് പാടില്ലെന്ന് നിങ്ങൾ പറഞ്ഞത്? അള്ളാഹുവിലേക്ക് വസീല വേണമെന്ന് ഖുർആനിലുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് സാലിഹീങ്ങളെയും അമ്പിയാക്കളെയും വസീലയാകുന്നതിനെ നിങ്ങൾ എതിർക്കുന്നത് എന്നാണ്. അള്ളാഹുവിലേക്ക് വസീല വേണമെന്ന് പറഞ്ഞ ആയത്ത് ഞാനിവിടെ ഓതി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല,
സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, അവങ്കിലേക്ക് നിങ്ങൾ വസീല തേടണം. എന്തൊക്കെയാണ് വസീല? ജലാലൈനി ഞാൻ വായിച്ചു, അതുപോലെ തന്നെ ബൈലാവിയും ഞാൻ വായിച്ചു. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പുണ്യകർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുക. എങ്ങനെയാണ്? ഇതാണ് വസീല. പിന്നെ അംഗീകരിക്കപ്പെട്ട വസീലകൾ ഞാൻ പറഞ്ഞു. ഒരു സാലിഹായ മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം, അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകൾ എടുത്തു പറയാം, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറയും. ഇതും അംഗീകരിക്കപ്പെട്ട വസീലകളാണ്. വസീലയെപ്പറ്റി വബ്തഗൂയിൽ വസീല എന്നതിന് ഉദ്ദേശം ഖുർബത്ത്, അള്ളാഹുവിലേക്ക് അടുപ്പം സമ്പാദിക്കലാണ് എന്നതിനെക്കുറിച്ച് ഇബ്നു കസീർ ചർച്ച ചെയ്തു. മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നു അബ്ബാസ് മറ്റു പലരും ഉദ്ധരിച്ച ശേഷം ഇബ്നു കസീർ പറയുന്നു, ഹാദല്ലദീ ഖാലഹു ഹൗലാഇൽ അഇമ്മ ലാ ഖിലാഫ ബൈനൽ മുഫസ്സിരിന ഫീഹി. ഇതാണ് ഈ പറഞ്ഞ എല്ലാ ഇമാമുകളും പറഞ്ഞത്. മുഫസ്സിറുകൾക്കിടയിൽ ഇത് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ശറഅ് അംഗീകരിച്ച വസീലയാണ് ഈ പറഞ്ഞതൊക്കെ. മറ്റത് മഹാന്മാരെ വസീലയാക്കിയിട്ട് ബദരീങ്ങളെ കൊണ്ട് എൻ്റെ രോഗം മാറ്റണേ, മൊയ്തീൻ ശൈഖിനെ കൊണ്ട് എനിക്ക് കുട്ടിയെ തരണേ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് എന്നൊക്കെ പറയുന്നത് ശറഅ് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയാൻ കാരണം. അത് അംഗീകരിച്ചു എന്നതിൻ്റെ വ്യക്തമായ നസ്സ് ഖുർആനോ സഹിയായ ഹദീസോ വേണം. അതിൻ്റെ തന്നെ ഒരു ഉപചോദ്യമുണ്ട്. ഒരു കണ്ണുപൊട്ടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിക്കുകയും എന്നിട്ട് കാഴ്ച കിട്ടുകയും ചെയ്ത സംഭവം ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയാണോ? സുഹൃത്തുക്കളെ, ഇതും തർക്കത്തിലുള്ള തവസ്സുലിന് തെളിവല്ല. കണ്ണുപൊട്ടൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉദ്ഉല്ലാഹ അൻ യുആഫിയനി, എനിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി, സുഖം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അപ്പം നബി പറഞ്ഞു, ഇൻ ശിഅത ദഅഉതു ലക വഇൻ ശിഅത അഖർതു ദാക ഫഹുവ ഖൈറുൻ. വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുകയാണ് നിനക്ക് നല്ലത്. കാരണം ഒരു കണ്ണില്ലാത്ത ആൾ അതിൻ്റെ പേരിൽ ക്ഷമിച്ചാൽ നാളെ പരലോകത്തെ അയാൾക്ക് അതിന് വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ഹദീസുണ്ട്. അപ്പോൾ ഇയാൾ നിർബന്ധം പിടിച്ചു, നബിയെ ഉദ്ഉ, നിങ്ങൾ പ്രാർത്ഥിക്കന്നെ വേണം. ഫഅമറഹു അൻ യതവല്ലഅ, അദ്ദേഹത്തോട് ഒളു എടുത്തു വരാൻ വേണ്ടി പറഞ്ഞു. ഫയുഹ്സിന വുളുഅഹു, ഒളു നന്നായി ചെയ്യാനും. ഫയുസല്ലി റകഅതൈനി, 2 റകഅത്ത് നിസ്കരിക്കാനും. വയദ്ഉ ബിആദ ദുആഇ, എന്നിട്ട് ഈ ദുആ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ദുആ പഠിപ്പിച്ചെടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വഅതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു, ബി നബിയിക, നിന്റെ നബിയെ കൊണ്ട്, മുഹമ്മദ് നബിയെ കൊണ്ട്, നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ നബി. യാ മുഹമ്മദ് നബിയെ, ഇന്നി തവജ്ജഹതു ബിക, ഞാനിതാ നിങ്ങളെ കൊണ്ട് മുന്നിട്ടിരിക്കുന്നു, ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക്, ഫീ ഹാജത്തി ആദിഹി, എൻ്റെ ഈ ആവശ്യത്തിൽ, ഫതഖ്ലിയലി, അതുകൊണ്ട് നിങ്ങൾ എനിക്കത് നിർവഹിച്ചു തരണം. അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യാ, അല്ലാഹുവേ ഇദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ കാര്യത്തിൽ ശുപാർശകനാക്കണേ. വശഫിഇനി ഫീഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്നെയും ശുപാർശകനാക്കണേ. ഫഫഅല റജുലു ഫബരിഅ. കണ്ടോ, ഇതിലിപ്പോൾ എന്താ പറഞ്ഞത്? തർക്കത്തിരിക്കുന്ന തവസ്സുലിറ്റ് യാതൊരു തെളിവില്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു, ഒന്നുണ്ടാക്കിയവരാണ് 2 റകഅത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥനയിൽ യാ മുഹമ്മദ് എന്നൊരു വാക്കുണ്ട്. യാ മുഹമ്മദ് നേർക്കുനേരുള്ള മുഹമ്മദ് നബിയോടാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിട്ടിരിക്കുന്നു എൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി. എന്നിട്ടോ ഫശഫിഉഹു ഫിയ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷഫിഉഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഷഫിഉഹു ഫിയ ഐ ഇഖ്ബൽ ശഫാഅതഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിയ, റസൂലുള്ള എൻ്റെ കാര്യത്തിൽ നടത്തിയ ശഫാഅത്ത് പടച്ചവനെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി നബി ദുആർന്നല്ലോ, ആ ദുആ സ്വീകരിച്ചുകൊണ്ട് നബിയെ ശുപാർശകനാക്കണേ എന്നാണ്. മാത്രമല്ല അദ്ദേഹം വീണ്ടും വശഫിഇനി ഫീഹി ഐ ഇഖ്ബൽ ശഫാഅതി ഐ ദുആഇ ഫി അൻ തുഖ്ബല ശഫാഅതഹു, നബിയുടെ ഈ ശുപാർശ സ്വീകരിക്കണേ എന്ന എൻ്റെ പ്രാർത്ഥനയും പടച്ചവനെ നീ സ്വീകരിക്കണേ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിലൊന്നുമില്ല. ഇവിടെ അന്ധന് കാഴ്ച തിരിച്ചു കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണ്. അന്ധം വീട്ടിലിരുന്ന് കണ്ട് നബിയുടെ ഹക്കും ജാഹും ബർക്കത്തും കൊണ്ട് പ്രാർത്ഥിച്ചതാണെങ്കിൽ ഇതിൽ തെളിവുണ്ടായിരുന്നു. നബിയുടെ സദസ്സിൽ വന്നിട്ട് നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു, നബി അയാളോട് ഒന്നുണ്ടാക്കാനും നിസ്കരിക്കാനും പറഞ്ഞൊരു ദുആ പഠിപ്പിച്ചെടുത്തു. അത് തർക്കത്തിലിരിക്കുന്ന തവസ്സുലിന് യാതൊരു നിലക്കും. എൻ്റെ പേര് സിദ്ദീഖ്. ഇത് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, അതിനുള്ള വിശദീകരണം ഞാൻ. എൻ്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഖൈറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മരണശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഖൈർ പ്രതീക്ഷിക്കാമെന്നും ആ ഖൈർ നമുക്ക് തേടാമെന്നുമല്ലോ മനസ്സിലാക്കേണ്ടത്. അതൊരു വിശദീകരണം. എൻ്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഖൈറാണ് എന്നൊരു ഹദീസ് ഉണ്ടല്ലോ. അപ്പോൾ മരണത്തിന് ശേഷവും നബിയോട് ഖൈറിനെ തേടാമല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ നബിയുടെ ജീവിതം നമുക്ക് ഖൈറാണ്, നബിയുടെ മരണം നമുക്ക് ഖൈറല്ല.
എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. കാരണം നബി എന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് എന്തെങ്കിലും മുസീബത്ത് ഉണ്ടായാൽ, ആപത്ത് ബാധിച്ചാൽ, ഞാൻ വഫാത്തായ മുസീബത്ത് അവൻ ഓർക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മുസീബത്ത് മുസ്ലിം സമുദായത്തിൻ്റെ റസൂൽ വഫാത്തായതാണ്. അതുകൊണ്ടല്ലേ ഉമർ ഖത്താബിന് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വാളൂരി നടന്നത്, അല്ലേ? ആരാണ് മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വെട്ടു എന്ന് പറഞ്ഞ്? അപ്പോൾ അത് വലിയ മുസീബത്താണ്. അതുകൊണ്ട് ആ ഹദീസ് തന്നെ തെറ്റാണ്. ഇത് സുഹൃത്തുക്കളെ സഹീഹായ ഹദീസല്ല. ഹദീസ് ഞാൻ ഉദ്ധരിക്കാം. ഹയാത്തി ഖൈറുല്ലക്കും വ മമാത്തി ഖൈറുല്ലക്കും എന്ന് തുടങ്ങുന്നതാണ് ആ ഹദീസ്. ഇത് അബൂബക്കർ അൽ ബസാർ തൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. പക്ഷേ ഈ ഹദീസ് ദുർബലമാണ്. കാരണം അബ്ദുൽ അസീസ് ബിൻ അബി റവ്വാദ് എന്ന് പറയുന്ന ദുർബലനായ ഒരു റാവി ഇതിലുണ്ടെന്ന് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ ഒരു സഹീഹായ മറ്റൊരു കഷ്ണം വേറെ ചില ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹീന യുബല്ലിഗൂനി അൻ ഉമ്മത്തി അസ്സലാം. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ചുറ്റി നടക്കുന്ന ചില മലക്കുകളുണ്ട്, അവർ എൻ്റെ ഉമ്മത്തിൻ്റെ സലാം എനിക്ക് എത്തിച്ചു തരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് സ്വതന്ത്രമായ ഹദീസ് വേറെ വന്നിട്ടുണ്ട്. ഈ ലൈഫായ ഹദീസിൻ്റെ ആദ്യ കഷ്ണമായിട്ടും ഇത് വന്നിട്ടുണ്ട്. സഹീഹായ ഹദീസ് അല്ല അത്. അതുകൊണ്ട് മരണം ഖൈറാണെന്ന് പറയുന്നതിലോ മരണത്തിന് ശേഷം ഖൈറിനെ ചോദിക്കാമെന്ന് പറയുന്നതും മരണത്തിന് ശേഷം റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന പോലെ തന്നെ സ്വലാത്ത് ചൊല്ലുക, നബിക്ക് വേണ്ടി ദുആ ചെയ്യുക, അതാണ് മുഅ്മിനീങ്ങളുടെ കടമ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു വയാള് കാസറ്റിൽ കേൾക്കാനിടയായി. സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്ത് ധരിച്ചുകൊണ്ട്, അഥവാ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും ഇദ് ളലമു അൻഫുസഹും ജാഊ ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹും വർ-റസൂൽ ഫവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മൗഖൂസ് മൗലുകളിലെ ഇർതകബതു അലൽ ഖതാ ഗൈറ അസ്മിൻ വഅദ ലേക അഷ്കു ഫീഹിമാ സയ്യിദി ഖൈറൻ നബി എന്ന് ആലപിക്കൽ എന്ന ദുആ ചെയ്യൽ അനിവാര്യവും നിർബന്ധവുമാണെന്നും മാത്രമല്ല ദുർഘട നിമിഷങ്ങളിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് മക്കയിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായ അബൂജഹലിൻ്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് വഅദ് കാസറ്റിൽ പ്രതിപാദിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിച്ചാലോ? സുഹൃത്ത് ചോദിക്കുന്നത്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു കാസറ്റിൽ വലൗ അന്നഹും ഇദ്ലമു അൻഫുസഹും എന്ന് പറയുന്ന ഒരായത്തുണ്ട്. ആ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് ദുർഘട നേരത്ത് സഹായം ചോദിക്കണം. ഞങ്ങൾ മങ്കൂസ് മൗലിദിൽ ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസരിൻ വഅദദ്, അല്ലേ, കെയ്യും കണക്കുമില്ലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തിരിക്കുന്നു. ലേക അഷ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി, നബിയെ നിങ്ങളോട് മാത്രമാണ് എനിക്ക് ആവലാതി ബോധിപ്പിക്കാനുള്ളത്, സയ്യിദായ നബിയെ എന്ന് പറയുന്നതിനൊരു തെറ്റുമില്ല. എന്ന് മാത്രമല്ല, ദുർഘട നിമിഷത്തിൽ അള്ളാനെ മാത്രം വിളിക്കൽ അബൂജഹലിനെ പോലത്തെ മുശ്രിക്കീങ്ങളുടെ പണിയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു എന്നാണ്. സുഹൃത്തുക്കളെ, എന്തുമാത്രം ദുർവ്യാഖ്യാനമാണ് ഇവിടെ നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ തന്നെ വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റസൂലിനോട് പ്രാർത്ഥിക്കാൻ ആയത്തിലില്ല. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ല. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു നബിയെയും നാം അയച്ചിട്ടില്ല. അള്ളാഹു അയച്ച എല്ലാ റസൂലുകളെയും അനുസരിക്കൽ അനുയായികളുടെ കടമയാണ്. കാരണം എന്താ? അനുസരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് ആദ്യം വെച്ച് പറഞ്ഞു. എന്നിട്ട് റസൂലിനെ അനുസരിക്കാത്ത ഒരു സംഭവമാണ് പിന്നെ ആയത്തിൽ പറയുന്നത്. അതായത് ഒരു ജൂതനും ഒരു മുസ്ലിമും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ജൂതൻ പറഞ്ഞു, നമുക്ക് ഈ കേസ് തീർക്കാൻ മുഹമ്മദ് നബിൻ്റെ അടുത്ത് പോകാം. അപ്പോൾ മുസ്ലിമിന് മനസ്സിലായി, മുനാഫിക്ക് ഓന് മനസ്സിലായി നബിൻ്റെ അടുത്ത് പോയാൽ രക്ഷ ഉണ്ടാവില്ല. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് കഅബ് ബിൻ അഷ്റഫിൻ്റെ അടുത്ത് പോകാം. അങ്ങനെ റസൂല് ജീവിച്ചിരിക്കെ റസൂലിനോട് വിധി തേടിപ്പോകാതെ കഅബ് ബിൻ അഷ്റഫിൻ്റെ അടുത്ത് വിധി തേടിപ്പോയി. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് റസൂലിനെ വേദനിപ്പിക്കലാണല്ലോ. വലൗ അന്നഹും ഇദ്ലമു അൻഫുസഹും, അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ, ആ സംഭവത്തിന് മാത്രം പറയാം ഇത് ലലമൂ എന്നാ പറഞ്ഞത്. ഇതാ ലലമൂ എന്നല്ല, അക്രമം പ്രവർത്തിക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യണമെന്നല്ല. ഈ പ്രത്യേക സംഭവത്തിൽ അവരങ്ങനെ ചെയ്തപ്പോൾ ജാഊക, അവർ നിന്റെ അടുക്കൽ വരികയും വസ്തഗ്ഫറുല്ലാ, എന്നിട്ട് അവർ അള്ളാഹുവിനോട് പാപമോചനത്തിന് അപേക്ഷിക്കുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂൽ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനത്തിന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായി അവർ കണ്ടെത്തുമായിരുന്നു. ഇവിടെ തെറ്റു ചെയ്ത ആളുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, റസൂലും അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. ആരും നബിയോട് പ്രാർത്ഥിക്കുന്നില്ല. പിന്നെ നബിൻ്റെ അടുത്ത് വന്നത് എന്തിനാ?
നബി ജീവിച്ചിരിക്കെ നബിയോട് സഹായം തേടൽ അല്ല, നബിയോട് വിധി തേടൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച നിർബന്ധമുള്ള കാര്യമാണ്. അത് ഒഴിവാക്കിയിട്ടാണ് ഇയാൾ എങ്ങോട്ട് പോയത്? കാബിൽ അഷ്റഫ് എന്ന ജൂത നേതാവിൻ്റെ അടുത്തേക്ക് പോയത്. അതുകൊണ്ടാണ് അവരെ മര്യാദ പഠിപ്പിക്കാൻ നബിൻ്റെ അടുത്ത് വരണം എന്നുള്ളത്. അത് നമ്മളങ്ങനെ ജീവിതകാലത്ത് നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ദൂരെ നിന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അയാളോട് പോയിട്ട് ക്ഷമിക്കണം എന്ന് പറയണം. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഇർത്തകബുത്തിയല്ല, യാതൊരു തെളിവ്. ഇർത്തകബുത്തിൽ പാപം പൊറുക്കാൻ നബിനോട് തേടുകയാണ്. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഇതാണ് അതിനെ ഒരു പാരഡി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടങ്ങള്, അള്ളാഹിന്റെ റസൂലിനോട് കുറ്റമേറ്റു പറഞ്ഞ് പാപമോചനത്തെ അപേക്ഷിക്കുക. റസൂൽ എന്താ പറഞ്ഞത്? യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ. റിയാദുസ് സാലിഹിലൊക്കെ ഹദീസാണ്, സമസ്തന്റെ 7ാം ക്ലാസ്സൊക്കെ പഠിപ്പിക്കുന്നതാണ്. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ, അവനോട് പൊറുക്കല്ല ചോദിക്കുവീൻ. ഞാൻ തന്നെ ഒരു ദിവസത്തിൽ അള്ളാഹുവിനോട് 100 വട്ടം ഖേദിച്ചു മടങ്ങുന്നുണ്ട്. കണ്ടോ? അപ്പൊ അള്ളാഹിന്റെ റസൂലിനോട് ഖേദിച്ചു മടങ്ങണമെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. അള്ളാഹിനോട് ഖേദിച്ചു മടങ്ങിക്കോളി, അള്ളാഹിനോടാണ് ഞാൻ ഖേദിച്ചു മടങ്ങുന്നതും പൊറുക്കല്ല ചോദിക്കുന്നതും എന്നാണ്. അതുകൊണ്ട് ഈ ഇർത്തകബുത്തിച്ചല്ല യാതൊരു തെളിവുള്ള പാപം പൊറുക്കുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ്. പാപം പൊറുക്കാൻ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹുവല്ലാതെ മറ്റാരുണ്ട് പാപം പൊറുക്കുവാൻ എന്ന് ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇർത്തകബുത്ത് പറയാൻ ഒരു തെളിവില്ല. പിന്നെ ദുർഘടഘട്ടങ്ങളിൽ അള്ളാഹിനെ മാത്രം വിളിക്കുന്നത് ആരെ സ്വഭാവമാണെന്നാ പറഞ്ഞത്? മക്കാ മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദുർഘടഘട്ടങ്ങളിൽ. അപ്പൊ ദുർഘടഘട്ടങ്ങളിലും ഞങ്ങൾ ആരെ വിളിക്കൂല? അള്ളാഹിനെ വിളിക്കൂല. പിന്നെ എപ്പോഴാ വിളിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എല്ലാ കഴിവുകളും നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലാണ് പടച്ചവൻ ഓർമ്മ വരികയും പടച്ചവന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അത് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ്. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅഉ വയക്ശിഫു സൂഹ്. വിഷമസന്ധിയിൽ അകപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നവൻ ആരാണ്? അവന്റെ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കുന്നവൻ ആരാണ്? അത് ഇലാഹായ അള്ളാഹു മാത്രമേ ഉള്ളൂ. അതാണ് മുസ്ലിമീങ്ങൾ പഠിച്ചിട്ടുള്ളത്, അതാ റസൂല് പഠിപ്പിച്ചിട്ടുള്ളതും. അള്ളാഹു ആണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ ഞങ്ങൾ ആ സമയത്തും വിളിക്കൂല, അത് അബൂജഹലിന്റെ സ്വഭാവമാണ്. എഴുതിയ ഒരു ചോദ്യം: അഭൗതിക കാര്യങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എങ്കിൽ റബീഅ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗം ചോദിച്ചതിനെ കുറിച്ച് എന്തു പറയുന്നു? റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അഭൗതിക കാര്യങ്ങൾ അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റബീഅത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗം ചോദിച്ചില്ലേ? ഞാൻ സ്വർഗം തരാം എന്ന് നബിതങ്ങൾ പറഞ്ഞില്ലേ? ഇതാണ് ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബീഅത്ത് റളിയല്ലാഹു അൻഹു സ്വർഗം തരണം എന്ന് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. ഇവിടെ അഭൗതിക കാര്യം കിട്ടുവാൻ വേണ്ടി മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ ചെയ്തിട്ടില്ല. മറിച്ച് സാധാരണ കാണാറുള്ളത്, റബീഅത്ത് റളിയല്ലാഹു അൻഹു സ്വർഗം ചോദിച്ചു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വർഗം കൊടുക്കാൻ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം എന്ന് പറഞ്ഞു എന്ന് മുസ്ലിമിൻ്റെ റിവായത്തിനെ കുറിച്ചാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. ഒരു കാലത്ത് നമ്മളും അത് പറഞ്ഞു നടന്നതാണ്. എന്നാൽ മഹാനായ ഹാഫിദ് ഇബ്നുൽ മുൻദിർ അദ്ദേഹത്തിൻ്റെ അത്തർഗീബ് വത്തർഹീബ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിൻ്റെ പൂർണ്ണ രൂപം, വിശദ രൂപം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. തുബറാനി ഫിൽ കബീർ, മഹാനായ ഇമാം തുബറാനി വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസ് അദ്ദേഹത്തിൻ്റെ കബീറിൽ അൽ കബീർ വളരെ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. മിൻ റിവായത്ത് ഇബ്നു ഇസ്ഹാഖിന്റെ റിവായത്തിൽ നിന്നും വറവാഹു മുസ്ലിമുൻ വ അബൂ ദാവൂദ് മുഖ്തസറൻ, അബൂ ദാവൂദും മഹാനായ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടത് ചുരുങ്ങിയ രൂപം മാത്രമാണ്. വിശദ രൂപം എന്താണ്? അൻ റബീഅത്ത് ഇബ്നു കഅബിൻ ഖാല കുന്തു അഖ്ദിമുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാരി വഇദാ കാന അൽ-ലൈലു. മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു,
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പകലും രാത്രിയും പ്രവാചകന് ഖിദ്മത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. പ്രവാചകന് ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുത്ത ആളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഞാൻ രാത്രി താമസിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബിക എന്ന ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചൊല്ലുന്നത് കേട്ടുകൊണ്ട് ഞാൻ എടുത്തിരിക്കുകയും ഉറങ്ങുകയും ചെയ്യാറുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫഖാല യൗമൻ യാ റബിയ സല്ലി ഫഉഅതീക. ഓ റബിയ, എന്നോട് നീ ചോദിച്ചുകൊള്ളൂ, നിനക്ക് ഞാൻ ചോദിക്കുന്നത് തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്ക് സ്വർഗം വേണം, നിങ്ങൾ എനിക്ക് സ്വർഗം തരണം എന്ന് പറഞ്ഞോ. ഹദീസ് ശരിക്ക് പഠിച്ചുകൊള്ളുക. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അൻളിർനി ഹത്താ അൻളുറ, നബിയെ എനിക്ക് കുറച്ച് സാവകാശം തരണം, എനിക്ക് ആ വിഷയത്തിലൊന്ന് ആലോചിക്കുവാനുണ്ട്, എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി പ്രകാരമായിരിക്കുമല്ലോ നബിയെ അങ്ങ് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം നബിയുടെ സഹചാരികളായ സ്വഹാബികൾ, നബിയുടെ അനക്കവും അടക്കവും അറിയുന്ന സ്വഹാബികൾ, അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം ഞങ്ങളോട് പറയുമ്പോൾ അത് അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരമായിരിക്കുമെന്ന്. അതുകൊണ്ട് നബിയോട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടാവണം, റബീയത്തിനോട് ചോദിക്കും, നബിയെ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാം. അത് മനസ്സിലാക്കി റബീയത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, നബിയെ ഒരല്പം സാവകാശം തരണം, എനിക്കൊന്ന് ആലോചിക്കണം നബിയെ ആ വിഷയത്തിൽ. ഇനിയോ വതദക്കർതു, ഞാൻ ചിന്തിച്ചു, അന്ന ദുനിയാ ഫാനിയത്തുൻ മുൻഖതിഅ, ഈ ദുനിയാവ് നശിച്ചു പോകുന്നതാണ്. ഈ ദുനിയാവിലെ എന്ത് ചോദിച്ചാലും ഒരുപക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി പ്രകാരം എനിക്ക് നബി തങ്ങൾ അത് അല്ലാഹുവിനോട് ചോദിച്ച് തന്നിരിക്കാം. പക്ഷേ ഭൗതികം നശിച്ചു പോകുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു ഇത് നശിക്കുന്നതാണ്. എന്നിട്ട് ഫഖുൽതു യാ റസൂലല്ലാഹ്, എന്നിട്ട് ഞാൻ നബിയോട് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, അസ്അലുക അൻ തദ്ഉവല്ലാഹ്, നബിയേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അൻ തദ്ഉവല്ലാഹ്, അല്ലാഹുവിനോട് അങ്ങ് ദുആ ചെയ്യാനാണ്. എന്തേ, സ്വർഗം നിങ്ങൾ എനിക്ക് കൊണ്ടുതരണം എന്നല്ല, മറിച്ച് അൻ തദ്ഉവല്ലാഹ്, അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. എന്തിന്? അയ്യുൻജിയനി മിനന്നാർ വയുദ്ഖിലനിൽ ജന്ന, എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും നരകത്തിൽ നിന്നും അല്ലാഹു എന്നെ രക്ഷിക്കുവാനും അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾക്ക് മറ്റൊരു റിപ്പോർട്ടും കൂടെ ഞാൻ വായിച്ചു തരാം. അതിൽ കാണുന്നത്, യാ റസൂലല്ലാഹ് അസ്അലുക അൻ തശ്ഫഅലി ഇലാ റബ്ബിക ഫയുഅ്തിഖുനി മിനന്നാർ, നബിയേ എൻ്റെ കാര്യത്തിൽ അല്ലാഹുവിനോട് അങ്ങൊന്ന് ശുപാർശ ചെയ്യണം, അല്ലാഹു എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങ് അല്ലാഹുവിനോടൊന്ന് ശുപാർശ ചെയ്യണം നബിയേ എന്ന് കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതാണ് വിഷയം. ഇനിയോ നിങ്ങൾ ചോദിച്ചത് ശരി റബീഅ, അത് ഞാൻ തന്നിരിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞോ. ഹദീസ് വാക്കി കൂടെ വായിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ റബീഅത്തിനോട് ചോദിച്ചു, അല്ല റബീഅ, മൻ അമറക ബിഹാദാ, ഇത് തന്നെ ചോദിക്കണം എന്ന് നിന്നോട് ആരാ പറഞ്ഞു തന്നത്? ഇത് തന്നെ നബിയോട് ചോദിക്കാവൂ എന്ന് നിനക്ക് പറഞ്ഞു തന്നത് ആരാണ് റബീഅ? മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ആരും പറഞ്ഞു തന്നിട്ടില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കിയതാണ്, ദുനിയാവ് എന്തെങ്കിലും ചോദിച്ചാൽ അത് നശിച്ചു പോകുമല്ലോ, അതുകൊണ്ട് ഒരിക്കലും നശിക്കാത്തത് വേണമെന്ന ആഗ്രഹത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഫഖാല ഇന്നി ഫാഇലുൻ, ഞാൻ അത് പ്രവർത്തിക്കുന്നവനാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇതേ സ്വർഗം ഉടലോടെ നിനക്ക് തരാം, അല്ലെങ്കിൽ നിന്നെ ഇതാ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണോ? മുഖാമുഖത്തിൽ ഇങ്ങനെ ഉസ്താദുമാരുടെ വർത്തമാനം കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കാറുണ്ട്, റബീഅ സ്വർഗം ചോദിച്ചു, നബി തങ്ങൾ സ്വർഗം കൊടുത്തു, അങ്ങനെയാണോ? അല്ല. റബീഅത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, നബിയെ അങ്ങ് ദുആ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങ് ശുപാർശ ചെയ്യണമെന്നാണ്. പ്രവാചകൻ പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം, ഞാൻ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യാം, പക്ഷേ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം
ഉപകാരം ചെയ്തു തരണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റബിയ എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്തു തരണം. എന്തെന്നറിയുമോ? ഫഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്. ഓ റബിയ, ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് എന്നെ നീ ഒന്ന് സഹായിക്കണം. നീ ധാരാളം നിസ്കരിച്ചുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം. അതെ, ഇന്ന് സ്വർഗം കിട്ടി എന്നതുകൊണ്ട് നിസ്കാരമൊക്കെ അവിടെ വെച്ച് കേരളത്തിലെ സുന്നികൾ കാണിക്കുന്നത് പോലെ നിസ്കരിച്ചില്ലെങ്കിലും വേണ്ട എന്ന രീതിയിൽ നടക്കണ്ട. മറിച്ച് ഇന്നു മുതൽ നിസ്കാരം വർദ്ധിപ്പിച്ചുകൊള്ളൂ. കൂടുതൽ സുജൂദ് ചെയ്തുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണേ റബിയ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. ഒരു വിഷയം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഖാല നബവി, മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫീഹി, ഈ ഹദീസിൽ ഉണ്ട് അൽ ഹസ്സു അലാ കസ്റത്തി സുജൂദ്, നമസ്കാരം ധാരാളം വർദ്ധിപ്പിക്കണം, സുജൂദ് ധാരാളം വർദ്ധിപ്പിക്കണം എന്നതിന് പ്രേരണയുണ്ട്. വതർഗീബ് ഫീഹി, അതിൽ ആഗ്രഹം ജനിപ്പിക്കലുമുണ്ട്. വൽ മുറാദു ബിഹി അസ്സുജൂദു ഫിസ്സലാ, ഇവിടുത്തെ സുജൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൽ സുജൂദ് വർദ്ധിപ്പിക്കണം. അപ്പോൾ മൊത്തത്തിൽ നമസ്കാരം കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് റബീഅത്ത് എന്നെ സഹായിക്കണേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി ഞാൻ അവിടെ തിരിച്ചു ചോദിക്കട്ടെ സുഹൃത്തെ, നബിതങ്ങൾ നബിതങ്ങളോട് പറഞ്ഞു എനിക്ക് സ്വർഗം തരാൻ. നബിതങ്ങൾ റബീഅത്തിനോട് തിരിച്ചു ചോദിക്കുന്നത് എന്നെ സഹായിക്കണേ. അപ്പൊ നബിതങ്ങൾ തിരിച്ച് റബീഅത്തിനോട് പ്രാർത്ഥിച്ചു എന്നർത്ഥം വെക്കുമോ നിങ്ങൾ? ഒരിക്കലുമില്ല. അപ്പോൾ ഇത് ആളുകൾക്ക് നേരത്തെ സ്വലാഹി അവറുകൾ പറഞ്ഞതുപോലെ പിടിച്ചു നിൽക്കാൻ കൽപ്പില്ലാതെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യണമല്ലോ എന്ന ഉദ്ദേശത്തിലാണ് ഇതും പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രാർത്ഥിക്കുവാനോ നബിതങ്ങളോട് അഭൗതികമായ സഹായം തേടിയതിനോ ഒരു തെളിവുമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ മഹത്തുക്കളോട് അവരോട് ദുആ ചെയ്യാൻ കൽപ്പിക്കാം. എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ എന്ന് പറയാമെന്ന് മാത്രമേ തെളിവ് കിട്ടുകയുള്ളൂ. ഇത് ശരിക്കും മനസ്സിലാക്കിയിരിക്കണമെന്ന് ഉണർത്തുന്നു. ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റഫീഖ്. പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തുവിനോ അതല്ല മരണപ്പെട്ടു പോയ ഔലിയ അമ്പിയാക്കൾക്കോ സമദിയത്ത് ഉണ്ടെന്ന് വിശ്വസിച്ചാലല്ലേ ശിർക്കാവൂ? അങ്ങനെ വിശ്വസിക്കാതെ പ്രാർത്ഥിക്കുന്ന കേരളത്തിലെ സുന്നികളെ മുഴുവനും എന്തിനാണ് മൗലവി മുശ്രിക്കാക്കുന്നത്? പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തികൾക്കോ ശക്തികൾക്കോ സമദിയത്ത് കൽപ്പിച്ചാലല്ലേ ശിർക്കാവൂ? അത് സമദിയത്ത് കൽപ്പിക്കാത്ത സുന്നികൾ എന്തിനാ മുശ്രിക്കാക്കുന്നത്? സുന്നികളെ നമ്മൾ മുശ്രിക്കാക്കല്ല, മുശ്രിക്കായി പോകാതിരിക്കാൻ വേണ്ടി ഉപദേശങ്ങളും വയലും മുഖാമുഖമൊക്കെ നടത്തി നന്നാക്കാൻ നോക്കുകയാണ്. പിന്നെ സമദിയത്ത് കൽപ്പിച്ചാലേ ശിർക്കാകുന്ന ആരാ പറഞ്ഞത്? ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? മുൻഗാമികൾ പലരും തൗഹീദിനും ശിർക്കിനൊക്കെ നിർവചനം പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മുൻഗാമി സമദിയത്ത് കൽപ്പിച്ചാലേ ശിർക്കാകൂ എന്ന് പറയുന്ന ഒരു ഉദ്ധരണി കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കാലമായി ഇവരോട് പറയുന്നു, ആവശ്യപ്പെടുന്നു, വേണമെങ്കിൽ വെല്ലുവിളിക്കുന്നു എന്ന് പറയാം. ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. സമദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിരാശ്രയത്വം. അള്ളാഹു സ്വയം പര്യാപ്തനാണ്. അതുപോലെ മൊയ്തീശിക സ്വയം പര്യാപ്തനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അള്ളാഹു കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നത്. അള്ളാഹു സമതാണ് എന്ന് തന്നെയാണ് മക്കത്തെ മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്നത്. അവരെ ബിംബങ്ങൾക്ക് സ്വയം കഴിവുണ്ടെന്നോ സ്വതന്ത്ര കഴിവുണ്ടെന്നോ അവരെ ബിംബങ്ങൾ സമതാണെന്നോ അവർ വിശ്വസിച്ചിട്ടില്ല. അത് ഞാൻ നേരത്തെ തന്നെ ഇവിടെ ഉദ്ധരണികൾ കേൾപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സമദിയത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ മക്കാ മുശ്രിക്കുകൾ അവരുടെ തൽബിയത്തിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്താ തൽബിയത്ത്? അള്ളാഹുവേ നിനക്ക് പങ്കുകാരില്ല, ഒരു പങ്കുകാരനുണ്ട്, ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്. കണ്ടോ, പങ്കുകാരൻ അള്ളാന്റെ കീഴിലുള്ളതാണ്. ഹുവല്ലക്ക തംലിക്കുഹു, ആ പങ്കുകാരനെ പടച്ചവനെ നീ ഉടമപ്പെടുത്തുന്നു. വമാ മലക്ക, ആ പങ്കുകാരൻ എന്തിനൊക്കെ ഉടമപ്പെടുത്തുന്നു അതിൻ്റെ ഉടമസ്ഥനും നീയാണ്. അപ്പൊ പടച്ചവന്റെ കീഴിലുള്ള പങ്കുകാരാണ്. അപ്പൊ സമതാര അള്ളാഹുവാണ്. സ്വതന്ത്ര കഴിവുള്ളവൻ അള്ളാഹുവാണ്. അവരെ പങ്കുകാരോ അള്ളാഹുവിൻ്റെ കീഴിലുള്ള അവൻ്റെ അധീനത്തിലുള്ള അവൻ കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്നവരാണ്. അപ്പൊ കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുക എന്നതാണ് സമദീയത്തിൻ്റെ അർത്ഥം. നിരാശ്രയൻ അള്ളാഹു മാത്രമാണ് എന്ന് തന്നെയാണ് മക്കാ മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അവരാ ചെയ്തത് ശിർക്കാണെന്ന് ഖുർആനും ഹദീസും മനസ്സിലാക്കി തന്നു. നബി അവരെ മുശ്രിക്കായി തന്നെ കണക്കാക്കി. അതുകൊണ്ട് സമദീയത്ത് കൽപ്പിക്കാതെ ഞങ്ങൾ ചെയ്താൽ അത് ശിർക്കാവൂല എന്ന് പറയാൻ പറ്റൂല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരർത്ഥത്തിൽ ഇവർ സമദീയത്ത് കൽപ്പിക്കുന്നുണ്ട്. സമദിൻ്റെ അർത്ഥം എന്താ? അത് പള്ളി ദർസിലോതുന്ന കിതാബുകളിലും വരെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ടിപ്പോൾ ഷെർവാനി നിങ്ങളൊന്ന് എടുത്തു നോക്കാം. പള്ളി ദർസിലോതുന്ന ഷെർവാനിയിൽ
സ്വമദിന് അർത്ഥം കൊടുത്ത എന്താണെന്നറിയങ്ങൾ? അൽ ആലിമു സമദാനി എന്ന് പറയുന്ന അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അൽ മസ്മൂദു ഇലൈഹി ഫിൽ ഹവായിജി. കണ്ടോ, അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള സന്ദർഭത്തിൽ അൽ മൻസൂബു ഇല സമദി ഐ അൽ മഖ്സൂദു ഫിൽ ഹവായിജി, ആവശ്യമുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിലേക്ക് ലക്ഷ്യമാക്കും. അപ്പം അള്ളാഹു സമദാവും. ആവശ്യമുള്ള സന്ദർഭത്തിൽ ലക്ഷ്യമാക്കപ്പെടുന്നവൻ എന്നാണ് സ്വമദിനർത്ഥം. അപ്പോൾ മൊയ്തീൻ ശേഖൻ ആവശ്യമുള്ള സന്ദർഭത്തിൽ വിളിച്ചു തേടിയാൽ അദ്ദേഹത്തോട് സഹായം ചോദിച്ചാൽ അദ്ദേഹം സമദായി. അപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സമദിയത്ത് കൽപ്പിക്കുന്നുണ്ട്. ഇനി കൽപ്പിക്കുന്നില്ല എന്ന് വെച്ചാലും കൽപ്പിക്കാതെ തന്നെ മക്കാമ ശിർക്കുകൾ ശിർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ബഷീറാണ്. ഇവിടെ ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, മിഅ്റാജിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവുമായി മുനാജാത്ത് നടത്തി തിരിച്ചു വരുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു. മരിച്ചു പോയവർ പിന്നെ തിരിച്ചു വരില്ല എന്നാണ് നിങ്ങളിവിടെ സമർത്ഥിച്ചത്. അപ്പോൾ അതിൻ്റെ അടുത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടത് ശരിയാണോ അതോ നിങ്ങളെ സലഫികളുടെ വിശ്വാസപ്രകാരം അത് തെറ്റാണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാൻ വരും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മിഅ്റാജിൽ വെച്ച് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് സലഫികൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ? കണ്ടു എന്ന് ഹദീസിലുള്ളതാണ്, അത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നില്ല എന്ന് സൽസബിയിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ അതിൻ്റെ ഇതില്ല. ഞാൻ നാട്ടിൽ വെച്ച് നിങ്ങൾ മറ്റേ സൽസബിയിലും അൽമനാറിലൊക്കെ വായിച്ച സ്വപ്നത്തിലാണ് മിഅ്റാജ് ഉണ്ടായത് എന്ന് നിങ്ങളെ സൽസബിയിലും അൽമനാറിലും എഴുതി വന്നതാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? മിഅ്റാജ് സ്വപ്നമായിരുന്നു എന്ന് സെൽസബീലോ അൽബനാറിലോ ഉണ്ട്. അതിൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല എന്നാണ് മൂപ്പര് പറയണത്. സെൽസബീലും അൽബനാറിലും മാത്രമല്ല, മുൻഗാമികൾ എഴുതിയ പല ഗ്രന്ഥങ്ങളിലും സഹാബികളെ കാലശേഷമുള്ള എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരു ചെറിയ വിഭാഗം ആളുകൾ മിഅ്റാജ് സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ തെളിവുകൾ ദുർബലമാണ്. ആ അഭിപ്രായം അൽമനാറിലും അതുപോലെ തന്നെ സൽസബീലൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഖുർആൻ പരിഭാഷ നിങ്ങളെടുത്ത് വായിച്ച് നോക്കിയാൽ, സൂറത്തുൽ ഇസ്രാ എടുത്ത് വായിച്ച് നോക്കിയാൽ ഒക്കെ അത് സ്വപ്നമല്ല എന്നതിനെയാണ് ഞങ്ങൾ മുൻതൂക്കം കൽപ്പിച്ചിട്ടുള്ളത്. ആ അഭിപ്രായം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. അതേപോലെ ഇവിടെ വേങ്ങരയിൽ നടന്ന ഒരു മുഖാമുഖത്തിൻ്റെ കേസറ്റ് കേൾപ്പിക്കുകയുണ്ടായി, അലവി സക്കാഫിൻ്റെ. അപ്പോൾ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകളൊക്കെ ലൈഫാണ്, അത് ഇല്ലാത്തതാണ്, അത് പച്ചക്കള്ളമാണ് എന്നൊക്കെ ഇവിടെ പറഞ്ഞു. അപ്പോൾ ഈ ലൈഫാണോ, ഈ സാധാരണക്കാർ പണ്ഡിതന്മാർക്ക് ആ ലൈഫാണോ അത് ഇല്ലാത്തതാണോ എന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആയതുകൊണ്ട് കേരളത്തിൽ വെച്ച് നിങ്ങൾക്ക് ഞങ്ങൾ അവസരമൊരുക്കാം. നിങ്ങൾ തയ്യാറുണ്ടോ? ഈ അലവി സക്കാഫിയും നിങ്ങളും കൂടി ഇരുന്നിട്ട് ഒരു മുഖാമുഖം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതിന് ഞങ്ങൾ വേദിയൊരുക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. നിങ്ങൾ തയ്യാറുണ്ടോ? വേങ്ങരയിൽ നടന്ന മുഖാമുഖത്തിൽ അലവി സക്കാഫി ഉദ്ധരിച്ച ഹദീസുകൾ ലൈഫാണെന്ന് ഞാൻ പറഞ്ഞു എന്നാ. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഹദീസ് ലൈഫാന്നുള്ള ചർച്ച ഇവിടെ ഉണ്ടായിട്ടില്ല. ഷെയ്ഖ് സാദയുടെ പേരിൽ അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ്, അത് ഞാൻ തെളിയിച്ചു തരാം. ആ ഷെയ്ഖ് സാദ വായിക്കാൻ വയ്ക്കണോളി വരട്ടെ. അതുപോലെ തന്നെ റഷീദ് റിളയുടെ പേരിൽ അയാൾ പറഞ്ഞതും പച്ചക്കള്ളമാണ്. പിന്നെ കേരളത്തിൽ വെച്ചൊരു മുഖാമുഖം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ബഹ്റൈനിൽ വെച്ചൊരു മുഖാമുഖം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങൾ തയ്യാറ്, സൗകര്യം ചെയ്തു തരും, ഞങ്ങൾ ചോദിക്കാൻ വരാം, നിങ്ങൾ ഏർപ്പെടുത്തിക്കോളി. ഞങ്ങൾ മൂന്നാമത്തെ മുഖാമുഖമായി നടത്തുന്നത്. കേരളത്തിൽ ഞങ്ങൾ 3-4 സ്ഥലത്ത് നടത്തി നോക്കി. നിങ്ങളുടെ ഇടപെടലും നിങ്ങളുടെ കുഴപ്പമുണ്ടാക്കലും കാരണം അത് പിരിച്ചുവിടേണ്ടി വന്നു. മുഖത്തിന് പകരം മുഖാമുഖമെന്ന് നാട്ടിലുടനീളം വെല്ലുവിളിക്കുക, എന്നിട്ട് ഞങ്ങൾ മുഖാമുഖം നടത്തുമ്പോൾ അത് കലക്കാൻ ഗുണ്ടാസംഘങ്ങൾ ഏർപ്പാട് ചെയ്യുക. ഇതല്ലേ കോഴിക്കോട്ടും കാഞ്ഞങ്ങാടും തിരൂരുമൊക്കെ നിങ്ങൾ പയറ്റിയത്? നിങ്ങൾ മുഖാമുഖം നടത്തി മാന്യന്മാരായി സുഗമമായി തിരിച്ചു പോകുന്നത് ഞങ്ങളുടെ മാന്യത കൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല. അതുപോലെ ഞങ്ങൾക്ക് മുഖാമുഖം നടത്താൻ സാധിക്കാത്തത് നിങ്ങളെ ഗുണ്ടായുസം കൊണ്ടാണ്. ഇത് സഹോദരൻ മനസ്സിലാക്കണം. വെച്ച് നിങ്ങൾ എന്താ മുദ്രാവാക്യം വിളിച്ച്? ഷാർജയല്ല തിരൂരാണ്, ഷാർജയല്ല ഇത് കേരളമാണ്. അപ്പം നേരത്തെ ഒരുങ്ങി വന്നിരിക്കുകയാണ്, തലയിക്കെട്ട് അയച്ചിട്ട് അതിൽ കല്ലും കെട്ടിയിട്ട്. ആ ജാതിയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തയ്യാറില്ല. ശാന്തമായ അന്തരീക്ഷത്തിൽ റൂമിനകത്ത് വെച്ച് നിശ്ചിത ആളുകളെ പങ്കെടുപ്പിച്ച് ഓഡിയോ വീഡിയോ സൗകര്യങ്ങളോട് വാദപ്രതിവാദം ഞങ്ങൾ നടത്തുന്നുണ്ടല്ലോ, ഇപ്പോഴും നടത്തുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മൈതാന പ്രസംഗത്തിൽ ആളെ ഇളക്കി വിട്ട് കുഴപ്പമുണ്ടാക്കേണ്ട രൂപത്തിലുള്ള മുഖാമുഖം അത് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളിപ്പോൾ അനുഭവിച്ചു. അത് ഞങ്ങൾ കോഴിക്കോട് നടത്തി നിങ്ങൾ കലക്കി, കാഞ്ഞങ്ങാട് നടത്തി നിങ്ങൾ കലക്കി, തിരൂര് നടത്തി നിങ്ങൾ കലക്കി. അതുകൊണ്ട് അതിന് ഞങ്ങൾ തൽക്കാലം തയ്യാറില്ല. നിശ്ചിത ആളുകളെ നിങ്ങൾ 50 ആൾ, നമ്മൾ 50 ആൾ, നിങ്ങൾ 10 ആൾ, നമ്മളും 10 ആൾ, ഓഡിയോ വീഡിയോ സൗകര്യം ഞങ്ങളെ ഭാഗത്തുനിന്ന് പണ്ഡിതന്മാർ, നിങ്ങളെ ഭാഗത്തുനിന്ന് പണ്ഡിതന്മാർ. ധൈര്യം ഉണ്ടോ? ഇവിടുന്ന് നടത്താം, തയ്യാറാണ്. നാളെ തന്നെ ആയിക്കോട്ടെ.
ചോദ്യം ചോദിക്കാനുള്ള അവസരത്തിൽ സുഹൃത്തെ മാന്യമായി ചോദിക്കുക. അനാവശ്യമായി കഴിഞ്ഞ ദിവസം സക്കറിയ സലാഹി വളരെ ശാന്തമായി വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുമ്പോൾ പ്രശ്നമാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കി. ഫലം നിങ്ങൾ അറിഞ്ഞു. എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കുക സുഹൃത്തെ. ഒരു ചാൻസ് കൊടുത്തരാം, ചോദിക്കുക. ഞാനിവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് നിങ്ങൾ ആ ഹദീസ് ഇല്ലാത്തതാണ്, തെറ്റാണ്, അല്ല കളവാണെന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് അത് മനസ്സിലാവില്ല. അതിനുവേണ്ടിയാണ് മുഖാമുഖം സംഘടിപ്പിക്കുക, പണ്ഡിതന്മാർ കൂടി ഇന്ന് ചർച്ച ചെയ്യാന്ന് പറഞ്ഞത്. ആ വേദിക്ക് ഇതാ ഈ ശംസുദ്ദീൻ പാലത്ത് അവിടെ മുസ്തഫ മസ്ജിദിൽ വെച്ച് പരിപാടി നടത്തുമ്പോൾ ഞങ്ങൾ പല സംശയം ചോദിച്ചു. അപ്പം ഞാൻ ഈ ശംസുദ്ദീൻ പാലത്തിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ട്, നിങ്ങൾ മുഖാമുഖത്തിൽ തയ്യാറുണ്ടോ? നമ്മളൊരു വേദിയിൽ കുറച്ച് ആൾക്കാർ സംഘടിപ്പിച്ച് നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ബഹറിനിൽ അത് പറ്റൂല എന്നാണ് ഇയാൾ എന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ ആൾ പറയട്ടെ അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന്, അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് ശംസുദ്ദീൻ പാലത്ത് ഇപ്പോൾ പറയട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം സലാഹി എന്താ പറഞ്ഞത്? നമുക്ക് റൂമെന്ന് വേണമെങ്കിലാകാം, റൂമെന്ന് വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ തയ്യാറാണ്. പക്ഷേ അതിൻ്റെ പേരിൽ കണ്ട പള്ളിയിലോ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന പാവങ്ങളെ അന്നം മുടക്കരുത്. അന്നം മുടക്കിയ ഒരാൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്, അത് ഞാൻ തെളിയിക്കും, എനിക്കറിയും ചെയ്യാം. ഏതായിരുന്നാലും ബഹുമാനനായ സഹോദരൻ ഒരു കാലത്ത് ജോലി തടസ്സപ്പെട്ട് നിന്നിരുന്നൊരു കാലത്ത് ആ ജോലി വീണ്ടും ലഭ്യമാക്കാൻ അദ്ദേഹത്തിന് സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹത്തെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വിശദീകരിക്കേണ്ടതില്ലല്ലോ. അന്നം മുടക്കുകയല്ല, അന്നം നൽകാൻ സാധുവായ താങ്കൾക്ക് പോലും അവസരമൊരുക്കി തന്നു എന്നുള്ളത് ഞങ്ങൾക്ക് തുറന്നു പറയേണ്ടി വന്നു. ഇരിക്കട്ടെ, അദ്ദേഹം മാത്രമല്ല, അബ്ദുമൗലവിയോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഇവിടെ എത്രയെത്രയോ പള്ളികളിൽ മുഅദ്ദിൻമാരായിട്ടും അല്ലാതെയും ഒക്കെയുള്ള ആളുകൾ മർക്കസ് ദഅവയിൽ വന്ന് ഇൻ്റർവ്യൂ എടുത്ത് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ അതൊന്നുമല്ല രീതി. ഇവിടെ ആദർശ പ്രശ്നമാണ്. ഇവിടെ ഒരു മുഖാമുഖത്തിന് വെല്ലുവിളിച്ചു, ഞാൻ സ്വീകരിച്ചില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞത് എന്ന്. സുഹൃത്തെ, ഹുദൈബിയ പള്ളിയിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇപ്പോൾ നസീറുദ്ദീൻ റഹ്മാനി ക്ലാസ് എടുക്കുന്നുണ്ട്. അവിടെ എന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്ന സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും ചിലപ്പോഴൊക്കെ ക്ലാസ്സിൽ ഇരിക്കുകയൊന്നുമില്ല, ചില തഫ്സീറൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ആഴ്ചയും ക്ലാസ് എടുക്കുന്നു, നിങ്ങൾക്ക് സംശയമുള്ളത് എൻ്റെ ക്ലാസ്സിന് ശേഷം ചോദ്യമായി എനിക്ക് തരൂ. ഇവിടെ ആദ്യമായി ചോദ്യം ചോദിച്ച സുഹൃത്ത്, അദ്ദേഹം അത് മാന്യമായി പാലിച്ചു പോന്നിരുന്നു, എനിക്ക് ചോദ്യം എഴുതി തരുമായിരുന്നു. ആ ചോദ്യത്തിന് ഞാൻ വ്യക്തമായി കിതാബുകളെല്ലാം പരതി അടുത്ത ആഴ്ച മറുപടി പറയും. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുക പോലും എൻ്റെ രീതിയായിരുന്നു. ഇത് ഇങ്ങനെ ആഴ്ചകളോളം തുടർന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾ ചോദിച്ചു ഞാൻ അപ്പം മറുപടി പറയും, ഇത് വാശിയും തോൽപ്പിക്കലും അങ്ങനെയൊന്നുമില്ലല്ലോ. നമുക്ക് അങ്ങനെയുള്ള ദുർവാശിയൊന്നുമില്ല. എല്ലാ ആഴ്ചയും ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഇന്ന് നിങ്ങൾ ചോദിച്ചാൽ അടുത്ത ആഴ്ച ഞങ്ങൾ മറുപടി പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാനുള്ള സൗകര്യമാണ്. എന്നാൽ സുഹൃത്തെ, ഞങ്ങളിവിടെ 3 മുഖാമുഖങ്ങൾ ഇപ്പോൾ ഈ രൂപത്തിൽ നടത്തി. ഒന്ന് നിങ്ങൾ നടത്ത്, ഒന്ന് ഞങ്ങൾ കേൾക്കട്ടെ, സുഹൃത്തുക്കൾ കേൾക്കട്ടെ. പിന്നെ വെല്ലുവിളിച്ചു, എന്താണ് കേരളത്തിൽ നടത്താൻ തയ്യാറുണ്ടോ എന്ന്. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ബഹ്റൈനിൽ നിന്ന് വെല്ലുവിളിക്കുന്നത്? അത് നിങ്ങൾ കേരളത്തിൽ നിന്ന് വെല്ലുവിളിക്കും, അവിടെ പ്രസ്ഥാനങ്ങളുണ്ട്, ആ സമയത്ത് അതിനെക്കുറിച്ച് മനസ്സിലാകും. ഏതായിരുന്നാലും വ്യക്തിപരമായ ചർച്ചകൾ നടത്തേണ്ട സന്ദർഭം ഉണ്ടായിപ്പോയതിൽ ദുഃഖമുണ്ട്. നടത്താനല്ല ഉദ്ദേശിച്ച്, ഞാൻ പറഞ്ഞു വിഷയത്തിലേക്കാണ് വരേണ്ടത്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഫുർഖാൻ സെൻ്ററിലേക്ക് വരി, നമുക്ക് ശാന്തമായി ചർച്ച ചെയ്യാം. നേരത്തെ സംശയം ചോദിച്ച എഴുതി തന്ന ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. അദ്ദേഹം എഴുതിയത് അപ്പടി വായിക്കുകയാണ് ചെയ്യുന്നത്. വ ഇദാ സഅലക ഫസ്അലില്ല, വ ഇദാ സഅലക ഫസ്അലില്ല, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പറയുകയും ഖുർആനിൽ വസ്അൽ മൻ അർസൽനാ ഖബ്ലക മിർ റുസുലിനാ എന്ന് മുർസലുകളോടും ചോദിക്കാൻ പറയുകയും ചെയ്തത് എതിരല്ലേ? മരണപ്പെട്ടവരെയും ജീവിക്കുന്നവരെയും ഏതെങ്കിലും തഫ്സീറിൽ വേർതിരിച്ചിട്ടുണ്ടോ? ആ ചോദ്യം നിങ്ങൾ തരി. വൈദാ സാലക ഫസ്അലില്ല എന്ന് ഖുർആനിലൊരായത്തില്ല. വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ്ദായി. കെ ഇബ്രാഹിം എന്ന് പറഞ്ഞ ആൾ എഴുതി, നേരത്തോടെ ചോദ്യം ചോദിച്ച ആളാണെന്നാണ് പറഞ്ഞ്, ആൾ എഴുതി കൊടുത്താണ്. ഇബ്രാഹിം സഖാഫിയാണ്, അതാ എഴുതി കൊടുത്താണ്. വൈദാ സഅലക ഫസ്അലില്ല എന്ന ആയത്തുണ്ട്. അങ്ങനെ ഖുർആനിലൊരു ആയത്തുണ്ടെങ്കിൽ അത് കാണിച്ചു തരണം. ഞങ്ങൾ പഠിച്ച ഖുർആനിലൊന്നും ഇല്ല.
വൈദാസാലക്ക ഇബാദി, എൻ്റെ അടിമകൾ നിന്നോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ അവരോട് പറയണം എന്ത്, ഫഇന്നീ ഖരീബുൻ, ഞാൻ അടുത്തവനാണ്. പിന്നെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇതിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പറയും. ഖുർആനിൽ വസ്സൽ മൻ അർസൽനാ മിൻ ഖബലിക അർസൽനാ ഖബലക മിൻ റുസുലിനാ, വസ്സല്ലാം അർസൽനാ മിൻ ഖബലിക മിൻ റുസുലിനാ എന്നുള്ളത്. അത് പോട്ടെ എന്ന് മുർസലുകളോട് ചോദിപ്പിക്കാൻ പറയുകയും ചെയ്ത് എതിരല്ലേ? എതിരില്ല അതിൽ. വസ്അൽ മൻ അർസൽനാ ഖബലക മിൻ റുസുലിനാ എന്ന് ചോദിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൽ പോയപ്പോൾ റസൂലുകളെ നേരിട്ട് കണ്ടപ്പോൾ ചോദിക്കാൻ പറഞ്ഞതാണ്. അല്ലെങ്കിൽ റസൂൽ ആ പ്രവാചകന്മാരുടെ അനുയായികൾ ഇവിടെയുണ്ട്, അഹ്ലി കിതാബ്, അവരോട് ചോദിക്കാൻ പറഞ്ഞതാണ്. അത് ഇത് തമ്മിൽ എതിരല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും വളരെ സന്തോഷമുണ്ട്. ഇവിടെ 2 മണിക്കൂർ നേരത്തോളം ചോദ്യോത്തരങ്ങൾ നടന്നു. അൽഹംദുലില്ലാ. സ്വമദിയ്യത്ത്, ഇസ്തിഗാസ, തവസ്സുൽ എന്നീ വിഷയങ്ങളെക്കുറിച്ച് തുറന്ന ചോദ്യത്തിന് അവസരം നൽകിക്കൊണ്ട് ഇതുപോലെ ഞങ്ങൾക്ക് എവിടെയും മുഖാമുഖം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ കേരളത്തിൽ ഈ കഴിഞ്ഞ അനുഭവങ്ങൾ വെച്ച് ഞങ്ങൾക്കതിന് സാധ്യമല്ലാത്തത് കൊണ്ട് റൂമുകളിൽ വെച്ച്, ഹാളുകളിൽ വെച്ച് ഞങ്ങൾ പണ്ഡിതന്മാരുമായി നേർക്കുനേരെ വാദപ്രതിവാദങ്ങളാണ് നടത്താറുള്ളത്. ഞാനിപ്പോൾ ദുബൈയിൽ വന്ന ഉടനെ അബ്ദുൽ ജലീൽ ദാരിമിയുമായി 2.25 മണിക്കൂർ നബിദിനാഘോഷം സുന്നത്തോ ബിദത്ത് ഒരു വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള സംവാദങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ വെളിച്ചത്ത് വരും. ഈ മുഖാമുഖം ഞങ്ങൾ ഒരുക്കിയത് ഞങ്ങളോട് ചോദിക്കാൻ താല്പര്യമുള്ള കുറേ ആളുകൾ ഇവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിഷ്പക്ഷമായി ഇസ്ലാഹി പ്രസ്ഥാനത്തെ വിലയിരുത്തുന്ന ആളുകൾ ഇവിടെയുണ്ട്. വാശിയില്ലാതെ എല്ലാം കേൾക്കണം, മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നവർ, നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ കേൾക്കാനും പഠിക്കാനും ഇവിടെ സുഹൃത്തുക്കൾ ശ്രമിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ ഇസ്ലാഹി പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഈ ദഅവത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ ഞങ്ങളുടെ എളിയ പരിശ്രമത്തിൻ്റെ ഭാഗമാണിത്. നാഥ, ഞങ്ങൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവർക്കും ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുമായിരുന്നു. നാഥ, ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളിവിടുന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പേ അൽഫുർഖാൻ സെൻറ്റർ ഇറക്കിയിരിക്കുന്ന സോവനിർ കൈവശപ്പെടുത്താൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ ഇവിടെ നേരത്തെ മുഖവുരയായി പറഞ്ഞു, ഒരു വെല്ലുവിളി എന്ന നിലയിലല്ല ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി സത്യാന്വേഷികൾക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു സത്യപ്രചരണം മാത്രമാണ്. ഈ സത്യപ്രചരണത്തിന് അതിന് എതിരായി അങ്ങനെയൊന്ന് നടക്കുന്നത് തടയാൻ വേണ്ടി ഈ വന്ന് വെല്ലുവിളി നടത്തിയ സമൂഹം അവരെത്രത്തോളം എത്തിച്ചിട്ടുള്ളത് അവർക്കറിയാവുന്ന സത്യമാണ്. ഇവിടെ സക്കരിയ സലാഹിയുടെ പരിപാടികൾ നടക്കുന്നത് മുടക്കുവാൻ വേണ്ടി വളരെയധികം ആസൂത്രിതമായി നടത്തുകയും അവർ പരാജയപ്പെടുകയും അതിൻ്റെ അവസാനമെന്നോളം ഇവിടെ വെല്ലുവിളി എന്ന ധ്വനിയിൽ അവർ എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സത്യം അറിയിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും തന്നെ മറ്റുള്ളവരെ അവരെ ചീത്തയായി കാണിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും വിലയിടിച്ച് താഴ്ത്തി കാണിക്കാനോ ഒരിക്കലും ശ്രമിക്കാറില്ല. സത്യം അതെത്തിക്കാനുള്ള ഒരു ശ്രമത്തിൽ മാത്രമാണ് അൽഫുർഖാൻ സെൻറ്റർ ഇവിടെയുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഈ വിഷയവുമായി വല്ല വിധത്തിലുള്ള സംശയങ്ങളും ഇനിയും ബാക്കി നിൽക്കുകയാണെങ്കിൽ അൽഫുർഖാൻ സെൻറ്ററിൽ നിങ്ങൾ എത്തുകയും ഞങ്ങളെ സമീപിക്കുകയും അല്ലെങ്കിൽ ടെലിഫോണിൽ 280185 അതിൽ ടെലിഫോൺ ചെയ്ത് നിങ്ങളെ സംശയം ദൂരീകരിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ബഷീർ പരപ്പനങ്ങാടെ വിളിക്കുന്നു. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. സർവശക്തനായ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായി ഒരു മുഖാമുഖം സംഘടിപ്പിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്തു. അൽഹംദുലില്ലാ. ഞാൻ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. തവസ്സുൽ, ഇസ്തിഗാസ, സമദിയത്ത് എന്നീ വിഷയങ്ങൾ ഏത് നിഷ്പക്ഷമതിക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. വളരെ തെറ്റിദ്ധാരണജനകമായ ഈ വിഷയം ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പണ്ഡിത ഫുഖഹാക്കളുടെയും കിതാബുകളുടെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായി തന്നെ കെ സക്കരിയ സ്വലാഹി അവർകൾ ഇവിടെ ഏതൊരു നിഷ്പക്ഷമതിക്കും മനസ്സിലാകുന്ന രീതിയിൽ
മനസ്സിലാക്കി തന്നു. സത്യം ഗ്രഹിക്കുവാനും നാളെ പരലോകത്തിൽ വിജയം കരസ്ഥമാക്കുവാനും പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയം അവതരിപ്പിച്ച കെ സക്കരിയ സുലാഹി അവർകൾക്കും പ്രസീഡിയം നിയന്ത്രിച്ച നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർക്കും എല്ലാ സഹോദരന്മാർക്കും അൽ ഫുർഖാൻ സെൻ്ററിൻ്റെ നന്ദി അറിയിക്കുന്നു. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.